മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് മാമ്പഴത്തിൻ്റെ ഒക്കെ ഒരു സീസണാണ്. നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഇന്ന് തയ്യാറാക്കാം. സാധാരണ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് നാടൻ മാങ്ങയാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ അത് എല്ലായിടത്തും ഒന്നും കിട്ടാനായിട്ട് സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു മാങ്ങ വെച്ചിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഞാൻ തയ്യാറാക്കുന്നത്. ഇതുപോലെ നമുക്കിതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 6 മാങ്ങയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 കഷ്ണം ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മാമ്പഴം നല്ല മധുരമുള്ളതാണെങ്കിൽ അതനുസരിച്ച് ശർക്കരയുടെ അളവ് കുറച്ച് വേണം ചേർക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടിത് വേവിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. മാമ്പഴം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇത് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. 3-4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അരപ്പ് ചേർത്തിട്ട് അരപ്പിൻ്റെ പച്ചമണം മാറാനായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ കാണുമ്പോൾ കറിയുടെ ഗ്രേവി കുറച്ച് കൂടുതലുള്ളതുപോലെ തോന്നും. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് കുറച്ച് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ചെറിയൊരു ചൂടായിരുന്നു കറിക്കുണ്ടായിരുന്നത്. അതിലേക്കാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ആ ഒരു ചൂട് മതി. ഇനി നമുക്ക് വീണ്ടും ഇത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. 1 മിനിറ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോഴേക്കും കറി ഒന്ന് ചൂടായിട്ട് തന്നെ ഇരുന്നോളും. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ തൈര് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് എന്തായാലും ഇതിലേക്ക് ചേർക്കേണ്ടി വരും. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. തടക്കയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും അല്പം ഉലുവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 8-10 ഉലുവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഒരുപാട് ചേർക്കണ്ട. പിന്നെ ഞാനിതിലേക്ക് 2 ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. 2 വറ്റൽമുളക് മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും മുളകുമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് നമ്മൾ ഈ താളിപ്പ് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ അടച്ച് വയ്ക്കാം. അതിന് ശേഷം മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. 10 മിനിറ്റ് നമുക്കിത് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കറി കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടും വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ടുള്ള കറിയാണ്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ ഒക്കെ സീസണാണ്. അപ്പോൾ നമുക്ക് മാമ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കറി തയ്യാറാക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.